ഇന്ന് പലപ്പോഴും ഒക്കെ നാണയത്തിൻ്റെ ഒരു വശം മാത്രം ദൈവത്തോട് നല്ല ബന്ധം നിലനിർത്തുന്ന ധാരാളം ആളുകളുണ്ട്. This is perhaps a visible expression of our faith and commitment to God that we gather at this church today morning. വിശ്വാസത്തിൻ്റെ വലിയൊരു ദർശഭാവമാണ് ദൈവത്തോടുള്ള ബന്ധം. എന്നാൽ sometimes we fail in our relationship with one another. സഹോദരനോടാകട്ടെ, ഞാൻ പറഞ്ഞല്ലോ വേദപുസ്തകത്തിൽ ട്രാൻസ്ലേഷനിൽ സഹോദരനോടെന്ന് പറയുന്നുണ്ട്, കൂട്ടുകാരനോടെന്ന് പറയുന്നുണ്ട്, അയൽക്കാരനോടെന്ന് പറയുന്നുണ്ട്. ആരോടുള്ള യുവർ റിലേഷൻഷിപ്പ് വിത്ത് വൺ അനദർ, ദാറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. പലപ്പോഴും ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ ധാരാളം ദൃശ്യഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ട്. നമ്മുടെ ദേവാലയത്തിലെ ആരാധനകൾ, നമുക്ക് ദേവാലയത്തിൽ കൊടുക്കുന്നത്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത്, പ്രാർത്ഥന കൂട്ടത്തിൽ പങ്കെടുക്കുന്നത്, ദീസ് ഓൾ മേ ബി വിസിബിൾ എക്സ്പ്രഷൻസ് ഓഫ് അവർ ഫെയ്ത്ത്, അവർ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ബട്ട് അറ്റ് ദ സെയിം ടൈം സൈമൾട്ടേനിയസ്ലി അതോട് ചേർന്ന് our relationship with one another is very important. സക്കായിയോട് യേശു പറയുമ്പോൾ, ഇന്ന് ഈ വീടിന് രക്ഷ വന്നു എന്ന് പറയുമ്പോൾ, when he has established a right relationship with Christ as well as with his brothers, with his brothers, he says salvation is a reality today. ഇവൻ അബ്രഹാമിൻ്റെ മകൻ. ഇവിടെയൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്? What is specific of Abraham? He had commitment to God and also he had good relationship with his brother Lot. സഹോദരപുത്രനായ ലോത്തുമായി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ, അബ്രഹാമും ലോത്തും കൂടെ യാത്ര ചെയ്യുമ്പോൾ, there was a quarrel between the servants that which pastor they should select for their sheep. പച്ചമേച്ചുകൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു വാദപ്രതിവാദം ജോലിക്കാരുടെ ഇടയിലുണ്ടായി. അപ്പോൾ അബ്രഹാമിൻ്റെ വേലക്കാർ പറഞ്ഞു, my master is the boss, my master is senior, he is elder to your master, so I should have the first option. അപ്പോൾ പച്ചമേച്ചിലൂടെയൊക്കെ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ എനിക്ക് തരണം, ഞങ്ങൾക്ക് തരണം, കാരണം അബ്രഹാമാണ് ഞങ്ങൾ മൂത്ത ആൾ. അപ്പോൾ ലോത്തിൻ്റെ ആളുകൾ പറഞ്ഞു, നോ, മൈ മാസ്റ്റർ ഈസ് വെരി യങ് ആൻഡ് ഡൈനമിക് ആൻഡ് വി നീഡ് ടു ഹാവ് ബെറ്റർ ഗ്രീൻ പാസ്റ്റേഴ്സ്. അവർ തമ്മിലൊരു വാദമൊക്കെ ഉണ്ടായെന്ന് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. ബിറ്റ്വീൻ ലോത്ത് ആൻഡ് അബ്രഹാം, നോട്ട് ലോത്ത് ആൻഡ് അബ്രഹാം, ബിറ്റ്വീൻ ദർ സെർവൻസ്. പലപ്പോഴും അങ്ങനെ അവരുടെ കൂടെ ആണല്ലോ തുടങ്ങുന്നത്. ദെൻ അബ്രഹാം നോട്ടീസ്ഡ് ഇറ്റ്. അബ്രഹാം ഇത് മനസ്സിലാക്കണം. അബ്രഹാം പറയുന്നു, നമ്മൾക്ക് തമ്മിൽ ഇങ്ങനൊരു വാദം പാടില്ല. യു ഹാവ് ദി ഓപ്ഷൻ. ലോത്തിനോട് പറയുന്നു, യു ഹാവ് ദി ഓപ്ഷൻ. നമ്മൾ സഹോദരന്മാരാണല്ലോ, ദേ ഷുഡ് നോട്ട് ഹാവ് എനി ക്വാറൽ ബിറ്റ്വീൻ അസ്. യു ഹാവ് ദി ഓപ്ഷൻ. അങ്ങനെയൊക്കെ പല വീടുകളിലും ഇന്ന് ഓപ്ഷൻ കൊടുത്തിരുന്നേ വല്ല കുടുംബ കലഹവും ഉണ്ടാകുമായിരുന്നു. സ്വത്ത് വീതിക്കുമ്പോഴാകട്ടെ, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കാകട്ടെ, ചേട്ടന് വേണം അവകാശം, അനിയന് വേണം അവകാശം, അവകാശത്തിന് വേണ്ടിയുള്ള വാദം. അബ്രഹാം പറയുന്നു, വി ആർ ബ്രദേഴ്സ്, നോ നീഡ് ടു ക്വാറൽ, no need to argue, the option is yours. അപ്പോഴാണ് യേശു കർത്താവ് പറഞ്ഞത്, ഇവൻ അബ്രഹാമിൻ്റെ മകനാണ്, because he has maintained a right relationship by being ready to sacrifice something for his brother. സഹോദരന് വേണ്ടി എന്തെങ്കിലും വേണ്ട എന്ന് വെക്കുവാൻ താല്പര്യം കാണിച്ചപ്പോൾ he has built up a relationship with his brother. കാണിപ്പാനിക്ക് ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ he has built up his dependence on God. ദൈവത്തോടുള്ള ബന്ധം, സഹോദരനോടുള്ള ബന്ധം. സാക്യൂസ് കർത്താവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ പറയുന്നു, ഐ ആം റെഡി ടു ഷെഡ് ഔട്ട് ഓൾ മൈ പ്രോപ്പർട്ടി ഫോർ അതർ പീപ്പിൾ whom I have sinned against. ആരോടെല്ലാം ഞാൻ അന്യായമായി ചെയ്തിട്ടുണ്ടോ? I have become a rich man by making so many people poor. കാരണം എന്താ? ഞാനൊരു ടാക്സ് കളക്ടർ, അന്യായമായി ധാരാളം പണമൊക്കെ സമ്പാദിച്ചു. I have become rich by making other people poor. I realized that. കർത്താവിനോടുള്ള ബന്ധമൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ he understood his own, he has guilty consciousness. How have I become rich? ഞാൻ എങ്ങനെയാണ് ധനികനായി തീർന്നത്? പലപ്പോഴും നമ്മളതിനെ ബ്ലെസ്സിങ് ആയി കാണാറുണ്ട്. അന്യായമായി ചൂഷണം ചെയ്താലും, മറ്റുള്ളവനെ ചൂഷണം ചെയ്താലും, പണമൊക്കെ സമ്പാദിച്ചു കഴിയുമ്പോൾ ദൈവമേ നിന്റെ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം എന്നൊക്കെ പറയാറുണ്ട്. But Zacchaeus realized when he has established a right relationship with Jesus Christ, he realized that by exploiting others, I became rich. Lord, forgive me. And he maintains relationship. ഞാനതെല്ലാം വേണ്ടി ദരിദ്രർക്ക് കൊടുത്തേക്കാം, 4 മടങ്ങ് തിരികെ കൊടുത്തേക്കാം. For what? To maintain this relationship. That is salvation. ഇവിടെ നിത്യജീവൻ എന്ന് പറയുമ്പോഴും യേശു കർത്താവ് പറയുന്നു, ദൈവത്തെ സ്നേഹിക്കണം, മനുഷ്യനെ സ്നേഹിക്കണം. വലിയ ആലോചനകളൊന്നുമല്ല ഞാൻ പറയുന്നത്. വെരി സിമ്പിൾ തോട്ട്സ്. ഇന്ന് വളരെ ഇൻഡിവിജ്വലിസം വളരെയധികം പ്രോമിനൻ്റ് ആയിരിക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ വലിയ സ്വാധീനം നമ്മുടെ മധ്യത്തിലുണ്ട്. വളരെയധികം പ്രോമിനൻ്റാണ്. മീ ആൻഡ് മീ അലോൺ, നത്തിങ് മോർ ദാൻ ദാറ്റ്. ഞാൻ മാത്രം, ഞാനും.
അല്ലാതെ ഒന്നുമില്ല. ദാറ്റ് ഈസ് എ കൾച്ചർ നൗവേഡേയ്സ് ബീയിങ് ഡെവലപ്ഡ് അമംഗ്സ്റ്റ് us. ഒരു കാലത്ത് മ്യൂച്വാലിറ്റി വാസ് അവർ സ്ട്രെങ്ത്. പാരസ്പരികതയായിരുന്നു ഒരു കാലത്ത് നമ്മുടെ സ്ട്രെങ്ത്. ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ അയൽപക്കവും, ഞാനും എൻ്റെ സഹോദരങ്ങളും, ഞാനും എൻ്റെ സമൂഹവും, ദാറ്റ് വാസ് ദ സ്ട്രെങ്ത്. ഇന്ന് സൗകര്യങ്ങൾ ധാരാളമായി വർദ്ധിച്ചപ്പോൾ ഐ ഫോർ മൈസെൽഫ്, ഐ ക്യാൻ ലീവ് ബൈ മൈസെൽഫ്, ഐ ക്യാൻ സർവൈവ് മൈസെൽഫ്, ഐ ക്യാൻ ടേക്ക് കെയർ ഓഫ് മൈ തിങ്സ്. ഞാൻ പലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഈ ടേക്ക് കെയർ എന്നുള്ള പദം നല്ലതാണ്. ഞാൻ ഇതിന് ആളായിട്ട് കേട്ടോണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഇവിടെ ഒന്നും അധികം കേൾക്കാറില്ല, എന്നാലും കേൾക്കാറുണ്ട്. അല്ല, it appears to be very 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 cordial salutation. ഞാൻ ചിലപ്പോൾ അതിനൊരു അർത്ഥം കൊടുക്കാറുണ്ട്. You take care of yourself, I don't have time for you, I will take care of myself. You take care of yourself. നീ നിൻ്റെ കാര്യം, മലയാളത്തിൽ പറഞ്ഞാൽ നീ നിൻ്റെ കാര്യം നോക്കിക്കോണം എന്ന് പറഞ്ഞാൽ ഡോണ്ട് ഡിസ്റ്റർബ് മീ. നിങ്ങളൊന്നും പറയുമ്പോൾ അതിന് അർത്ഥമല്ല എന്നെപ്പോലെ വിവരമില്ലാത്ത ആൾ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുള്ളത്. ടേക്ക് കെയർ ഓഫ് യുവേഴ്സെൽഫ്, ഐ ഡോണ്ട് ഹാവ് ടൈം ഫോർ യു. നമുക്കറിയാമല്ലോ, വളരെയധികം സ്വാർത്ഥത വർദ്ധിച്ചു വരുന്നൊരു കാലത്താണ് ജീവിക്കുന്നത് പലപ്പോഴും. We are least bothered about what's happening around us, what's happening within our families. Am I all right or not? ഞാൻ ജീവിതത്തിൽ ശരിയായി മുമ്പോട്ട് പോകുന്നുണ്ടോ എന്ന് മാത്രം. ന്യായശാസ്ത്രി യേശുവിനോട് ചോദിക്കുമ്പോൾ, what shall I do to have eternal life? He said, love your God. ദൈവത്തെ സ്നേഹിക്കുക, മനഃപൂർവ്വമായി ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുക, വിതൗട്ട് എനിത്തിങ് അറ്റാച്ച്ഡ് ടു ഇറ്റ്. 2, ലവ് അതേഴ്സ്. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, രക്ഷയ്ക്ക് നിദാനമായിരിക്കുന്നത്, നിത്യജീവന് നിദാനമായിരിക്കുന്നത് ബന്ധങ്ങൾ മാത്രമാണ്. Do we have right relationship with God? At the same time, do we have right relationship with one another? Within the four walls of your family, within the neighborhood, within the community. മറ്റുള്ളവരെ സ്നേഹിപ്പാൻ നമുക്ക് കഴിയുന്നുണ്ടോ? യേശു കർത്താവ് ന്യായശാസ്ത്രത്തിൽ പറയുന്നു, you know everything, but you don't practice it. This morning, maybe to someone of us, Jesus says, you know everything, but you don't love your brother. You don't love your neighbor. You don't love your fellow beings. നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. Are we living? നമ്മൾ വാസ്തവമായി ജീവിക്കുന്നവരാണോ? ജീവിക്കുന്നതെന്ന് തോന്നിയേക്കാം. If you don't love God, if you don't love one another, Jesus says you are not living. അതുകൊണ്ട് നമ്മൾ വാസ്തവമായി ജീവിക്കുന്നുവെന്ന് നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. Lord help us to live, or help us to. ഇപ്രാവശ്യത്തെ യുവന സഖ്യത്തിൻ്റെ തീം, കോൺഫറൻസിൻ്റെ തീം, സെലിബ്രേറ്റിംഗ് ലൈഫ്. Who can celebrate life? Unless you are living a meaningful life, you can't celebrate life. And celebration of life is possible only in right relationship. ജീവിതം ആഘോഷമാക്കി തീർക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? പണം കൊണ്ടല്ല, പൊസിഷൻസ് കൊണ്ടല്ല, സ്ഥാനമാനങ്ങൾ കൊണ്ടല്ല. If you have right relationship with God, if you have right relationship with one another, go ahead. Your life is worth celebrating. ദൈവമേ, നമ്മുടെ ജീവിതം ആഘോഷമാക്കി തീർക്കുവാൻ, നിത്യജീവൻ അവകാശിയായി തീരുവാൻ, രക്ഷ എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ അർത്ഥപൂർണ്ണമായി തീരുവാൻ, വാസ്തവമായി ജീവിക്കുവാൻ ദൈവമേ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതിനായി ദൈവകാര്യങ്ങൾ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. I repeat, salvation or eternal life is in right relationship, that's with God and one another. വിശുദ്ധ കുർബാനയ്ക്കായി നമ്മുടെ അടുത്ത് വരുന്നുവല്ലോ. കുർബാന ഒരു സമർപ്പണത്തിൻ്റെ അവസരമാണ്. കർത്താവിനുള്ള അവസരം നമുക്ക് തരികയാണ്. Come, the table is set for you. Jesus said to Peter. ഈ രാവിലെ നമ്മോട് കർത്താവ് പറയുന്നു, ഇതാ നിങ്ങൾക്ക് വേണ്ടി മേശ ഒരുങ്ങിയിരിക്കുന്നു. പത്രോസ് ശാരീരികമായി വളരെ തളർന്നവനായിരുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ചപ്പോൾ he was physically exhausted. To him Jesus says, for your nourishment the table is ready. ഇന്ന് രാവിലെ ആരെങ്കിലും ശാരീരികമായ ക്ഷീണത്തോടെ ആരാധനയെ സംബന്ധിക്കുന്നുവെങ്കിൽ കർത്താവ് അവരോട് പറയുന്നു, നിന്റെ ശരീരത്തിൻ്റെ സൗഖ്യത്തിനായി ഈ മേശ നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. And Peter was really frustrated and disappointed when Jesus finds him on the shore. പിന്മാറിപ്പോയി മീൻ പിടിക്കാൻ പോയപ്പോൾ യേശു അവനെ സമീപിച്ചപ്പോൾ പത്രോസിന്റെ മനസ്സ് തകർന്നു. Mentally he was shocked. This morning, if somebody is having any sort of disappointments in life, frustrations in life, Jesus says, I know you, you will be healed. മാനസികമായ ആരെങ്കിലും അസ്വസ്ഥതയോടെ ആരാധനയെ സംബന്ധിക്കുന്നുവെങ്കിൽ
കർത്താവ് അവരോട് പറയുന്നു, നിന്നെ ഞാൻ പൂർണ്ണമായി അറിയുന്നു, എൻ്റെ കൂടെ പന്തിയിലിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ശരീരത്തിൻ്റെ സൗഖ്യത്തിനായി ആത്മാവിൻ്റെ സൗഖ്യത്തിനായി നൽകപ്പെടുന്നു. കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഈ കർത്തൃമേശയിൽ നമുക്ക് സംബന്ധിക്കാം. എന്നാൽ അതിന് ഒരുപെടുന്നതിന് മുൻപ് പത്രോസിനെ പോലെ നമുക്കും പറയാം, ലോർഡ് യു നോ എവരിതിങ്, ദർ ഈസ് നത്തിങ് ഹിഡൻ ഫ്രം യു. കർത്താവേ, നീ സകലവും അറിയുന്നു, നിനക്ക് മുൻപാകെ ഒന്നും മറവായിരിക്കുന്നില്ല. ഇതാരെ സമ്മതിക്കുന്നുവോ അവരുടെ എല്ലാ പാപം കർത്താവ് ക്ഷമിക്കുന്നു. ലംഘനം ക്ഷമിച്ച് പാപം മറച്ചും കെട്ടിയവർ ഭാഗ്യവാന്മാർ. കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥനയെ സംബന്ധിക്കാൻ ഒരുങ്ങി വന്നിരിക്കുന്നവർ അതാതിടങ്ങളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കുമ്പസാരത്തിൻ്റെ പ്രാർത്ഥന അച്ഛൻ്റെ പിന്നാലെ അനുതാപഹൃദയത്തോടെ ഏറ്റുപറയാം. ദിസ് ഇസ് ദ ടൈം ഫോർ ദി prayer of confession. Those who have come prepared will join with Achan in the prayer of confession. I confess that I have sinned against you, O Father, Son, and Holy Spirit, in thought, word, and deed. I am sorry with all my heart for these my sins. I believe in your promise that you will receive those who truly repent. O Lord, who are merciful and full of grace, accept me, even as you accepted the publican, the woman who was a sinner, and the thief on the cross, and comfort me by the consolation of your word. O Lord, grant that your holy body and holy blood, in which I now partake, may not bring me to judgment and condemnation, but to life and wholeness. Amen. സർവശക്തിയുള്ള ബാവ തമ്പുരാനെ, നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യക മറിയാമിൽ ജനിച്ച ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയ മെശിയ തമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാൻ തമ്പുരാനെ, നിനക്ക് വിരോധമായും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന നിര വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു എന്ന് ഞാൻ ഏറ്റുപറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു. നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപണമായ കർത്താവേ, ചുങ്കക്കാരനെയും ആ പാപിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവന തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവിധിയും കുറ്റത്തിനുമായി തീരാതെ ജീവൻ രക്ഷിക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദപിച്ച് തങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ
ഏറ്റുപറങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സലിഞ്ഞ സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവൻ നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ. നമുക്ക് വാത്സല്യമുള്ളവരെ ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങൾ നമ്മോടുകൂടെ പ്രാർത്ഥിപ്പീ. സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഉപത്രണം പരിശുദ്ധ റൂഹായിക്കും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. നമുക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നമ്മുടെ തലകളെ നാം വണക്കണം. കർത്താവേ, ശാശ്വതമായ വാഴുകളാർജങ്ങളെ എല്ലാവരെയും നീ വാഴ്ത്തണമേ. നിന്റെ ഏകപുത്രന്റെയും നിന്റെ വിശുദ്ധ റൂഹായുടെയും നിരവിഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കുകയും ചെയ്യണമേ.
സഹോദരരെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും ഉണക്കത്തോടും വെടിപ്പോടും വിശ്വസിയോടും സ്നേഹത്തോടും അവരുടെ സത്യവിശ്വാസത്തോടും വിഭക്തിയോടും കൊള്ളുന്ന നമ്മുടെ യോഗ്യപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ കുർബാനയെ സൂക്ഷിക്കണം. സകലത്തിലുള്ളവരായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും വായിക്കപ്പെടുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ വലതുഭാഗത്തും എഴുന്നള്ളിയിരിക്കുന്നിടമായ ഉയരത്തിൽ ഈ സമയത്ത് നാം എല്ലാവരുടെയും ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. പുത്രനും വിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും ദൃശ്യത്തിൽ നിന്നോടൊടാതിനെ ബോധപ്പെടുത്തുന്ന ദിവന്മാരുടെ ആയിരം ആയിരങ്ങളോടും പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്നാർത്തുപാടി സ്തുതിപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. പീഡാനുഭവത്തിന് താൻ ഒരുങ്ങിയപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പം താൻ എടുത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പീൻ, നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ എന്നരുളി ചെയ്തു. തന്നെ വേഞ്ഞിൽ നിന്നും വെള്ളത്തിൽ നിന്നും കലർത്തതായ കാസായയും അവനെടുത്തു സ്തോത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തി ശുദ്ധീകരിച്ച് തന്റെ വിശുദ്ധ സ്നേഹന്മാർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ, ഇതനവർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം എന്നരുളി ചെയ്തു. ഇങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. സപരക്ഷാകരമായ സകല വ്യാപാരങ്ങളെയും ഓരോരുത്തരും അവനവന്റെ പ്രവർത്തനം പ്രകാരം പ്രതിപകരം നൽകുന്ന പരിഭ്രമജനകമായ രണ്ടാമത്തെ എഴുന്നള്ളത്തിനെയും ഓർക്കുന്നു. സഭയും നിന്നിടവകയും നിന്നോട് നിയമകാന്തനത്തിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവായ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് മനോതാപത്തോട് പ്രാർത്ഥിച്ചു ചെല്ലുന്നു. കർത്താവേ ഞങ്ങളോട് ഉത്തരമരുളി ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് ഉത്തരമരുളി ചെയ്ത് ദയതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ.
അപ്പം നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുശരീരമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഈ കാസായിലുള്ള വീഞ്ഞ് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ തിരുരക്തമായിരിക്കാൻ പരിശുദ്ധ റൂഹ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. വേൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും കടങ്ങളുടെ പരിഹാരവും നിത്യജീവന അവകാശവും നൽകണമേ. ഞങ്ങൾ നിരക്കുന്നതിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും ഹൃദയം സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. വിശുദ്ധ സമയമേ ഭരിക്കുന്ന സകലമാർപ്പട്ടക്കാരെ ഞങ്ങളുടെ പിതാവായ ഫിലിപ്പോസ് മാർക്കുസ് വലിയ മെത്രാപ്പോലിച്ചായി ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലിച്ചായി ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡർന്മാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ സക്കറിയാസ് മാർ തിയോഫിലോസ് എഫ്രേം മെത്രാപ്പോലിത്തായും ഗീവർഗീസ് മാർ അത്താനാസ്യോസ്, ഗീവർഗീസ് മാർ തിയോഡോഷ്യസ്, യോവാക്കീം മാർ കൂറിലോസ്, ജോസഫ് മാർ ബർന്നബാസ്, തോമസ് മാർ തിമോഥെയോസ്, ഐസക് മാർ ഫെലിക്സിനോസ്, എബ്രഹാം മാർ പൗലോസ്, മാത്യൂസ് മാർ മക്കാരിയോസ്, ഗ്രിഗോറിയോസ് മാർ സ്തേഫനോസ്, തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും കശിഷ്യന്മാർ ശുഭാഷന്മാർ മുതലായ പട്ടത്തിനടുത്ത എല്ലാവരെയും കരുണയോടെ ഓർക്കണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ ദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിന്റെ തോട്ടത്തിൽ മടികൂടാതെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. രാജതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായ ഭാരതത്തിന്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റുകൾക്ക് വേണ്ടിയും ഈ രാജ്യത്തെ ഭരണാധികാരികൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയവും അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴ് അവരെ നടത്തണമേ. ഭൂമിയിലുള്ള സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യത്തിനേക്കുള്ളോടും പ്രസവിച്ചുള്ളതുമായ വിശുദ്ധ കന്യാമറിയാമിനെയും ശുദ്ധിമാന്മാരായ ദേവന്മാരെയും സ്ത്രീകന്മാരെയും അനിപ്പുകാരെയും യോഗ്യന്മാരെയും സഹിതന്മാരെയും മൗലാന്മാരെയും സകല പരിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അവരുടെ പിന്നണിയിൽ നടപ്പാൻ ഞങ്ങളെ യോഗ്യതയുള്ളതാക്കി തീർക്കണമേ. വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നിവർത്തിച്ചനുകൂലമാക്കുമ്പോൾ അവരുടെ കൂടെ ദോഷപ്രതിക്ക് ഞങ്ങളെ യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. ദേവോ നമ്മുടെ രക്ഷിതാവായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.